ഹായ്, എല്ലാവർക്കും എൻ്റെ വരിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു കവർ ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാം. അപ്പോൾ ആദ്യം ഒരു പുസ്തകം ഞാൻ കാണിക്കാം. അതിനുശേഷമല്ലേ കവർ ഡിസൈനിങ്ങിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ഒരു പുതിയ കവർ ചെയ്യുന്നതിനെക്കുറിച്ച് പറയാം. ഇത്തരം പുസ്തകങ്ങൾ 1/8 സൈസിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പുസ്തകങ്ങൾ ഇത് ഏകദേശം 200 പേജുള്ള ഒരു പുസ്തകമാണ്. ഈ പുസ്തകത്തിന് എൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ അതായത് 22 സെൻറ്റിമീറ്റർ ഫ്ലഷ് കട്ട്. അതായത് ഇവിടെ ഇപ്പോൾ ഈ പറയുന്ന ഈ ഒരു പുസ്തകം ബൈൻഡ് ചെയ്ത ശേഷം ഈ സൈഡ്, ഇതിൻ്റെ ഈ സൈഡ്, ഈ 3 സൈഡ് നമ്മൾ അരിഞ്ഞ് കട്ട് ചെയ്യും. ഫ്ലഷ് കട്ട് അതിൻ്റെ കട്ട് ചെയ്ത് പോകും. 14.5 സെൻറ്റിമീറ്റർ വീതിയും 22 സെൻറ്റിമീറ്റർ പൊക്കവും. ഇതാണ് അതിൻ്റെ സൈസ്. ഈ സൈസ് ചെയ്ത് കഴിയുമ്പോൾ ആ ഫ്ലഷ് കട്ട് സൈസോടെ കൂട്ടിയാണ് ചെയ്യുന്നത്. നമ്മൾ ഫ്രണ്ട് കവർ മാത്രമാണ് പലരും ചെയ്യുന്നത്. ഫ്രണ്ട് കവർ മാത്രം ചെയ്താൽ പോരാ, ഫ്രണ്ട് കവറും ബാക്ക് കവറും ചെയ്യണം. ഇതിപ്പം ഫ്രണ്ട് കവറും ബാക്ക് കവറും കൂടി ഒരുമിച്ച് ഒരു ഡിസൈനാണ്. അപ്പം അതായത് ഇങ്ങനെ വേണം നമ്മൾ ഒരു കവർ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യണം. ഇങ്ങനെ ചെയ്താലേ ഒരു കവർ പൂർണ്ണമാവട്ടും. അപ്പോൾ ഇതൊരു ഡിറ്റക്റ്റീവ് നോവലാണ്. ജെയിംസ് ഹാർലി ചേസിൻ്റെ ഒരു ഡിറ്റക്റ്റീവ് നോവലാണ്. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ജെയിംസ് ഹാർലി ചേസിൻ്റെ പുതിയൊരു പുസ്തകം, ഡോൺ ബുക്സ് പുറത്തിറക്കാൻ പോകുന്ന പുതിയൊരു പുസ്തകത്തിൻ്റെ കവർ അത് ഞാനാണ് ചെയ്യുന്നത്. അതിൻ്റെ പുസ്തകത്തിൻ്റെ പേര് ക്രൈം കഥകളാണ്. ചേസിൻ്റെ ക്രൈം കഥകൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. അതിൻ്റെ ഒരു കവറാണ് ചെയ്യുന്നത്. നമ്മൾ ഫോട്ടോഷോപ്പ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാണ്. ആ സോഫ്റ്റ്വെയറിൽ ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ നമ്മളൊരു ന്യൂ ഫയൽ എടുക്കുകയാണ്. ന്യൂ ഫയൽ എടുക്കുമ്പം ഒരു പേര് കൊടുത്തു, കവർ 1 എന്ന് കൊടുക്കുക. അപ്പം ഇതിൻ്റെ വിത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വിത്ത് എന്ന് പറയുന്നത് സെൻറ്റിമീറ്ററിൽ നമുക്ക് കൊടുക്കാം. അപ്പം ഞാൻ പറഞ്ഞ് 200 പേജുള്ള ഒരു ബുക്ക് തന്നെയാണ് ഇനിയും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 200 പേജുള്ള ഒരു ബുക്കാണ് ഇനിയും ചെയ്യാൻ പോകുന്നതെങ്കിൽ നമ്മൾ ഏകദേശം അതിന് അപ്പം എത്രയാണ്, ഒരു സൈഡ് 14.5 29. അപ്പം 14.5 29 സൈസിൽ നമ്മൾ വരുമ്പോൾ 29ഉം 1 സെൻറ്റിമീറ്റർ അതിൻ്റെ സ്പൈനും കൂടെ പോകും. അപ്പം എത്ര, 29ഉം 1 30 സെൻറ്റിമീറ്റർ വിത്തും ഹൈറ്റ് ഞാൻ പറഞ്ഞല്ലോ 22 സെൻറ്റിമീറ്റർ പൊക്കത്തിലും. അതിൻ്റെ പ്രിൻറ്റിങ് റെസൊല്യൂഷൻ 300 റെസൊല്യൂഷനിൽ കുറയാൻ പാടില്ല, കുറയാതെ ഉള്ള റെസൊല്യൂഷൻ വേണം. 300 റെസൊല്യൂഷനിൽ കൊടുത്തിട്ട് അതിൻ്റെ മോഡ് നമ്മൾ CMYK കൊടുക്കും. സ്യാൻ, മജന്ത, യെല്ലോ ആൻഡ് ബ്ലാക്ക്, ഇതാണ് CMYK. നമ്മുടെ ഒരു സൈസ് ഇപ്പോൾ വന്നിരിക്കുകയാണ്. അപ്പം നമുക്കിനി എന്താണ് വേണ്ടത്? നമുക്കിനി ഒരു പടം വേണം. ഇതിനുപയോഗിക്കാനുള്ള ഒരു ചിത്രം വേണം. അത് മുൻകൂട്ടി നേരത്തെ വാങ്ങി വെച്ച ഒരു ചിത്രമാണ് ഈ എടുക്കുന്നത്. ഇത് പർച്ചേസ് ചെയ്ത പടമാണ്. ഇത് ഒരു ഇലസ്ട്രേഷൻ ഡെപ്പോസിറ്റ് ഫോട്ടോസിൽ നമ്മൾ വാങ്ങിയതാണ്. ഇപ്പം നിലവിൽ ഇത്തരം ഫോട്ടോകൾ നമ്മൾ, അല്ലെങ്കിൽ ഇലസ്ട്രേഷൻ ആണെങ്കിലും ഫോട്ടോകളാണെങ്കിലും നെറ്റിൽ നിന്ന് എടുക്കുന്നതിന് കോപ്പിറൈറ്റ് ആക്ട് പ്രകാരം നിയമവിരുദ്ധമാണ്. അപ്പം അത് പണം കൊടുത്ത് തന്നെ വാങ്ങണം. അപ്പോൾ അത് നമ്മളിത് പണം കൊടുത്ത് വാങ്ങിയ ഇലസ്ട്രേഷനാണ്. ഈ ഇലസ്ട്രേഷൻ നമ്മൾ ഇങ്ങോട്ട് വലിച്ചു വയ്ക്കുന്നു. അപ്പോൾ ഇവിടെ വന്നു. അപ്പോൾ ഇതിനകത്ത് ഇനിയിപ്പോൾ ഇതിൻ്റെ എഴുത്തുകാരൻ്റെ ഒരു പടം വേണം. ഇതാണ് ജെയിംസ് ഹാർലി ചേസിൻ്റെ പടം കൂടെ നമ്മൾ ഇങ്ങോട്ട് എടുത്ത് വെച്ചു. അതിനുശേഷം ഇപ്പം ടൈറ്റിൽ ഇങ്ങോട്ട് വെച്ചു. ഇതിന് ശേഷം എന്താ വേണ്ടേ? നമുക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട്, ഒരു കളർ അപ്ലൈ ചെയ്യണം. അപ്പോൾ അതിന് ലെയർ ആഡ് ചെയ്തിട്ട് അതിലേക്ക് ഒരു കളർ ഫില്ല് ചെയ്യാം. അപ്പം നമ്മളിപ്പോൾ നേരത്തെ ചെയ്ത കവർ റെഡ് ആയതുകൊണ്ട് നമുക്ക് കളറൊന്ന് മാറ്റി പിടിക്കാം. അപ്പം ഈ കളറ് ശരിക്കും പറഞ്ഞാൽ ഇതിലൊരു എഡിറ്റ് ഫില്ലാണ് കൊടുക്കേണ്ടത്. എഡിറ്റ് ഫില്ല് കൊടുക്കുമ്പോൾ ആ ഫോർഗ്രൗണ്ട് കളർ ഇവിടെ കളർ കിട്ടും. ഇതാണ് ഇലസ്ട്രേഷൻ. കണ്ടില്ലേ, ഒരു തോക്കിൽ നിന്ന് ഇത് പോകുന്ന ഒരു ഇലസ്ട്രേഷനാണ് നമ്മൾ വാങ്ങിയിരുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മൾ ഈ ടൈറ്റിൽ നമ്മളിതിലേക്ക് ആഡ് ചെയ്യണം. ഇതിലേക്ക് ആഡ് ചെയ്യണം. ടൈറ്റിൽ എങ്ങനെ ആഡ് ചെയ്യുന്നത്? ഒരു ടൈറ്റിൽ നമ്മൾ ഇവിടേക്ക് കമ്പോസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ടൈപ്പ് ചെയ്ത് നോക്കി. അതെ, ഇപ്പം മലയാളം തന്നെയാണ് കിടക്കുന്നത്. അതിൻ്റെ ഫോണ്ട് സൈസ് ഒന്ന് എഴുതിയിട്ട് നമുക്ക് വേണ്ടത് ഈ ടൈപ്പ് ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഈ ISMൻ്റെ ഫോണ്ടാണ്. ISM ഫോണ്ടിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് ക്രൈം കഥകൾ എന്നാണ്. അപ്പം
ക്രൈം, രണ്ടാമത്തെ ലൈനിൽ കഥകൾ എന്നൊക്കെ നോക്കും. അത് നമ്മൾ വേണമെങ്കിൽ ലെഫ്റ്റ് അലൈൻമെൻ്റ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ലെഫ്റ്റ് അലൈൻമെൻറ്റ് കൊടുത്തു. അതിൻ്റെ കൺട്രോൾ ടി കൊടുക്കുമ്പോൾ എന്താണ് അതിൻ്റെ ക്യാരക്ടർ സംഭവം വരും. ഇപ്പം നിലവിൽ അതിൻ്റെ 76 പോയിൻ്റ് ഉണ്ട്, 72 പോയിൻ്റ്. അപ്പോൾ ഒരല്പം കൂടെ അതിൻ്റെ ലെഡിങ് കുറയ്ക്കാൻ ഞാൻ തീരുമാനിച്ചു. അപ്പോൾ ലെഡിങ് ഒരല്പം കൂടെ കുറയ്ക്കുമ്പോൾ ഇപ്പോൾ 65 കൊടുക്കുമ്പോഴും കുറച്ചുകൂടെ സ്പേസ് കുറയ്ക്കാം, 60 കൊടുക്കാം. അപ്പോഴും നമുക്ക് കുറച്ചുകൂടെ കുറയ്ക്കാൻ തോന്നും. ഒരു 50 കൊടുത്ത് നോക്കാം. 50 കൊടുക്കുമ്പോൾ കുറേ കൂടെ ലെറ്റർ അടുത്തിട്ടുണ്ട്. നമ്മളെന്ത് ചെയ്യും? ഈ ലെറ്ററിനെ എടുത്ത് നേരെ ഇവിടെ കൊണ്ട് വെക്കും, ക്രൈം കഥകൾ. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ എഴുത്തുകാരൻ്റെ പേര് ഇവിടെ കമ്പോസ് ചെയ്യും. അപ്പോൾ എഴുത്തുകാരൻ്റെ പേര് നമ്മൾ അതിന് മുമ്പ് ഒരു കാര്യം അത് ഒന്നുകൂടെ പറയാം. ഇതിൽ ഈ പറയുന്ന പോയിൻ്റ് ടൂൾ ഉണ്ടല്ലോ, ഈ പോയിൻ്റ് ടൂൾ ഞാൻ ഇവിടെ പിടിച്ചിട്ട് ഓൾട്ടായി പിടിച്ച് കഴിയുമ്പോൾ ഇത് ഡബിൾ ആവും. കണ്ടോ? ഓൾട്ടായി പിടിക്കുമ്പോൾ ഇത് ഡബിൾ ആവും. പിടിച്ചിട്ട് ഇങ്ങോട്ടൊറ്റ വലിച്ചു വെച്ചാൽ ഒരു കോപ്പിയായി. അതിനുശേഷം ഇത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ പേര്, അതായത് റൈറ്ററിൻ്റെ ഇതൊന്ന് ചെറുതാക്കിയിട്ട് ജെയിംസ് ഹാഡ്ലി ചെസ് അടിച്ചു. ഇപ്പോൾ ഇതേ ടൈപ്പ് തന്നെ ഇപ്പോൾ മേളിൽ കൊടുത്തേക്കുന്ന ഹെഡറിൻ്റെ ടൈപ്പ് വേറെ ആയതുകൊണ്ട് നമ്മൾ ഉടനെ ഇവിടെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഹെഡിങ് ഒരു ചേഞ്ച്. അപ്പം നിലവിലേതാ ഇത് കുഴപ്പമില്ല അല്ലേ? ഈ ഫോണ്ടൊന്ന് നമുക്ക് ഉപയോഗിച്ച് നോക്കാം. വേറൊരു ഫോണ്ട് ജെയിംസ് ഹാഡ്ലി ചെസ് എന്നുള്ള. അപ്പോൾ എന്നിട്ട് ഇങ്ങോട്ട് നമ്മളത് പേസ്റ്റ് ചെയ്തു. അപ്പം ജെയിംസ് ഹാഡ്ലി ചെസ് ക്രൈം കഥകൾ എന്ന് പറഞ്ഞു. ഇപ്പം നമുക്ക് ഇതിന് വേണമെങ്കിൽ ഇത് ടൈറ്റിൽ വന്നു, ഇവിടെ ഇത് വന്നു. ഇനി നമ്മൾ ഇപ്പുറത്തും നമുക്ക് ഈ ഇങ്ങേ സൈഡിലും വേണം. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഇവിടുന്ന് വീണ്ടും ഈ ക്രൈം കണ്ടോ, ഓൾട്ട് കൂട്ടി പിടിക്കുമ്പോൾ ഡബിൾ ആകുന്നുണ്ടോ ആരോ പോയിന്റ്. എന്നിട്ട് അത് നേരെ കൊണ്ടുപോയി ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞിട്ട് ക്രൈം കഥകൾ. ആരാണ് ക്രൈം കഥ എഴുതിയത്? ജെയിംസ് ഹാഡ്ലി ചെസ്. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഇതിനൊരു ബ്ലർബ് വേണം. ബ്ലർബ് എന്ന് പറഞ്ഞാൽ ഈ പുസ്തകമായിട്ട്. അപ്പോൾ നമുക്ക് ഈ ഫോണ്ടിൻ്റെ തന്നെ എടുത്തിട്ട് ഇതേ പിടിച്ചിട്ട് ഇങ്ങോട്ട് എടുത്തു കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഒരു അലൈൻമെൻറ്റ് അതിനുവേണ്ടി നമ്മൾ ആദ്യം കർസർ വെച്ചിട്ട് ഇവിടെ ഒരു ലൈൻ ഇട്ടു. ശേഷം നമ്മൾ ഇവിടെ എന്താണ് അടിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഇത് സെലക്ട് ചെയ്ത ശേഷം നമ്മളൊരു ബ്ലർബ്, അപ്പം നമുക്കൊരു ബ്ലർബ് അടിക്കാം. ബ്ലർബ് മാറ്റുമായിരിക്കും. യൂണിവേഴ്സൽ ത്രില്ലറായ അങ്ങനെ പറഞ്ഞാൽ പോരല്ലോ. ത്രില്ലർ എഴുത്തുകാരനായ വീണ്ടും അദ്ദേഹത്തിൻ്റെ പേരൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. ജെയിംസ് ഹാഡ്ലി ചേസിൻ്റെ ഏറ്റവും ശരിയാകുന്നല്ലോ. ഓക്കെ, ഏറ്റവും പുതിയ നോവൽ. അപ്പം ഇത് തമ്മിൽ ഇടിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ ലെഡിങ് ഒരല്പം കൂടെ വ്യത്യാസപ്പെടുന്നു. ഇപ്പോൾ 65-ലിട്ടേക്കല്ലേ, 17 കുറയ്ക്കണം. 17ഉം 21 നടക്കും. അതൊരു 18 അയക്കുമ്പോൾ ഇപ്പോൾ ഇടിക്കുന്നില്ല. വേണമെങ്കിൽ നമുക്ക് ഈ ഫോണ്ട് ഒന്നുകൂടെ ഒന്ന് മാറ്റിയാൽ ഓക്കെ, ഇത് രസമുണ്ട്, കുറച്ചുകൂടെ ഇതായിട്ടുള്ള. വേണമെങ്കിൽ നമുക്ക് ഇവിടെ വെക്കാം ഇത്, അല്ലെങ്കിൽ വേണമെങ്കിൽ ഇതിന് ബാലൻസായിട്ട് ഇവിടെ വെക്കാം. ഇത് നമ്മൾ ഇതിലോട്ട് സ്പൈനലിലോട്ട് അടിച്ചു പോകും. അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ വെക്കാം. ഇപ്പം നിലവിൽ നമ്മളുടെ എന്തൊക്കെയായി? ഇതിനകത്ത് കവറിൻ്റെ ഏകദേശമായി. നമുക്കിനി വേണമെങ്കിൽ ഇതിലൊരു ചെറിയ എന്തെങ്കിലും ഒരു പണികൾ, കാരണം ഒരു കളറും ഇല്ലാതിരിക്കുന്നതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ യുവതിയുടെ ചുണ്ടിലൊരു കളർ കൊടുക്കാം. അതിന് നമുക്കിത് ഇവിടെ ഇതുണ്ട്, അതിൽ ഇവിടെ മൊത്തത്തിൽ കൊടുത്തു. കണ്ടിന്യൂസ് എന്നുള്ള കിടക്കുന്ന ഇതിന് ക്ലിക്ക് കൊടുത്തില്ലെങ്കിൽ എല്ലാ സ്ഥലത്തേക്കും അത് കളർ കയറും. ഇവിടെ കൊടുത്ത ശേഷം നമുക്ക്
ഒരു ചെറിയ പണി കൊണ്ടുണ്ട്. സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇത് വൈറ്റ് ആക്കിയിട്ട് പെൻസിൽ ഇത് കുറച്ചിട്ട് ഇവിടെ ഒരു തിളക്കം കൊടുക്കാം, ഒരു തിളക്കം. അതുപോലെ ഇവിടെ ഇപ്പം ഈ 2 ആടുതൻ പോലെ കാണുന്നുണ്ടല്ലോ, അതെന്തോ ഈ തലയിൽ കെട്ടിയേക്കുന്ന സ്കാർഫ് ഒന്നുണ്ട്, അതിന് 2 കളർ, അതിന് റെഡ് തന്നെ. അത് ഇവിടെ കണ്ടേ കളർ പാലറ്റിൽ ഇത് കളർ നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്, ഇവിടെയും കൊടുക്കും, വേറെ കളറൊന്നുമില്ല. അപ്പോൾ ഈ 2 കളറും ശ്രദ്ധിക്കപ്പെടും. ഇനി നമുക്ക് വേണ്ടത് ഇത് കുറച്ചും കൂടി ഒന്ന് ഒരു എഫക്റ്റ് കൊടുക്കാനായിട്ട് നമുക്ക് ഈ ക്രൈം കഥകൾ എന്നുള്ളതിന് ഒരു ഇന്നത് ലെയർ സ്റ്റൈലിൽ നിന്ന് ഒരു ഡ്രോപ്പ് ഷാഡോ കൊടുക്കണം. ഡ്രോപ്പ് ഷാഡോ കളർ എടുക്കുമ്പോൾ ഈ ബ്ലൂവിൻ്റെ തന്നെ ഡാർക്ക് ഷെയ്ഡ് അവിടെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ അതിനൊരു ഉണ്ടാവും. ഇനി നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് കളറിലേക്ക് ആ ഒരു ലെയറും കൂടെ വേറെ ആഡ് ചെയ്യണം. ഇവിടെ ഒരു ലെയർ, ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇവിടെ താഴെ ക്ലിക്ക് ചെയ്താൽ ഉടനെ ഒരു ലെയർ വരും. ഈ ലെയറിലേക്ക് നമ്മൾ എന്നിട്ട് ഇവിടെ ഒരു നമുക്കൊരു കളറും കൂടെ മിക്സ് ചെയ്യണം. കളർ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ബ്രഷ് പാലറ്റ് എടുത്തിട്ട് ഈ കളറിൻ്റെ തന്നെ ഡാർക്ക് ഷെയ്ഡ്, ബ്ലൂ ഷെയ്ഡിൻ്റെ തന്നെ ഡാർക്ക് ഷെയ്ഡ് എടുത്ത് അല്പം ബ്ലാക്കും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ഇവിടെ ഒന്ന് അടിച്ചു കൊടുക്കാം. ക്ഷമിക്കണം, അത് നമുക്ക് അതിന് മുമ്പായിട്ട് നമുക്ക് ഒരു ലെയറെ, ഞാനിപ്പോൾ അടിച്ചത് മാറിപ്പോയി, നമുക്ക് വേറൊരു ലെയറിലേക്ക് എടുത്തിട്ട് ഇതൊന്നുകൂടെ ഒന്ന് മാർക്ക് ചെയ്തു. അപ്പോൾ ഈ പുകയുടെ ആയിട്ട് ഇവിടെ ഒരു ചെറിയ ഇവിടെയും കൊടുക്കാം. അപ്പോൾ ഏകദേശം നമ്മുടെ കവർ ഇതായി. ഇനി വേണ്ടത് ഇനി വേണ്ടത് നമ്മുടെ എംബ്ലമാണ്. നമ്മുടെ പബ്ലിക്കേഷൻ്റെ എംബ്ലം വേണം. ആ പബ്ലിക്കേഷൻ്റെ എംബ്ലം നമുക്ക് എടുക്കാം. അത് ഇവിടെ ഒരു ഫോൾഡറിൽ കിടപ്പുണ്ട്. ഇതാണ് നമ്മുടെ പബ്ലിക്കേഷൻ എംബ്ലം. ഈ എംബ്ലം സൈസ് കൂടുതലാണ്. അപ്പോൾ നമ്മളതിൻ്റെ സൈസ് ഒരല്പം കുറച്ചിട്ട് ഈ പോയിൻ്റ് ടൂൾ വെച്ച് ഇങ്ങോട്ട് വലിച്ചിട്ടാൽ മതി. എന്നിട്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഡിലീറ്റ് ചെയ്ത് കളയണം. അതിനുശേഷം ഇതിനകത്ത് വരേണ്ട കളറ്, ഇപ്പോൾ ഇവിടെ ബ്ലാക്ക് ഇല്ലേ, ബ്ലാക്ക് മാറ്റിയിട്ട് ഈ ബ്ലൂ ആയിട്ട് ചേരുന്ന ഒരു കളർ ടൈറ്റിലിന് കൊടുക്കുന്നത് കുറേ നന്നായിരിക്കും. ലൈറ്റ് ബ്ലൂ ഏതെങ്കിലും കൊടുത്താലും നല്ല ഭംഗിയായിരിക്കും. ഡാർക്ക് ബ്ലൂ അല്ലേ, കണ്ടോ, ലൈറ്റ് ബ്ലൂ. അധികം ഇതിൽ ഈ ഇതുമായിട്ട് കുഴപ്പമുണ്ടാകാത്ത ഒരു കളർ, അതിപ്പോൾ ഈ ഭാഗത്തേക്ക് നമ്മൾക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ടൈറ്റിൽ ഉള്ളൊരു സ്പേസ് ഇട്ട് ഒരു ലെയറൂടെ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്കിവിടെ ഒരു ബാർകോഡ് വയ്ക്കാനുള്ള ഇവിടെ വയ്ക്കാം. എന്നിട്ട് നമുക്ക് എടുത്ത് നമ്മുടെ QR കോഡ്, ഇത് സൈറ്റിൻ്റെ നമ്മുടെ വെബ്സൈറ്റ് എവിടെയാണെന്ന് അറിയാനുള്ളതാണ് ഈ QR കോഡ് ഇങ്ങോട്ടെടുത്ത് QR കോഡ് എടുത്ത് വെക്കാം. QR കോഡ് എടുത്ത് വെച്ചിട്ട് ഇതിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഇത് ഇനി ബാർകോഡും QR കോഡും ഒക്കെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ബാർകോഡ് കാണും. അപ്പോൾ ആ ബാർകോഡ് നമ്മൾ ഇതിലേതെങ്കിലും ഒരു ബാർകോഡ് ഞാനൊരു സാമ്പിളിനെടുത്ത് ഇത് വെച്ചിട്ട് ഈ ബാർകോഡ് നമ്മൾ ഇങ്ങോട്ട് ഈ ബാർകോഡ് വെച്ചിട്ട് ആ സൈസിനകത്തേക്ക് ബാർകോഡ് വെക്കുക. എന്നിട്ട് ബാർകോഡ് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ലോഗോ ഇങ്ങോട്ടെടുത്ത് ഇവിടെയും വേണേൽ ഈ ലോഗോ വയ്ക്കാം. ഈ ലോഗോ ഇവിടെയും വയ്ക്കാം. എന്നിട്ട് ഈ ലോഗോയുടെ കളർ വേണമെങ്കിൽ നമുക്ക് ഇത് ബ്ലാക്ക് ആക്കാം. ഇനി ഇതിൻ്റെ ഒരു പ്രൈസ് നമുക്ക് വെക്കണം. 200 രൂപ അതിൻ്റെ വിലയും നമ്മളിട്ടു. ഡോൺ ബോക്സിൻ്റെ ലോഗോയും വെച്ചു, ഒരു ISBN വെച്ചു, QR കോഡും വെച്ചു. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ സ്പൈൻ ഉണ്ടല്ലോ,
ഇപ്പം നമ്മുടെ കവറ് വരാൻ പോകുന്ന ഡോൺ ബുക്സിൻ്റെ ക്രൈം കഥകളുടെ കവർ ഏകദേശമായി. ഒരു കവർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും ഏകദേശം മനസ്സിലായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മളിവിടെ ഇരുന്നുകൊണ്ട് തന്നെ അത് ഷൂട്ട് ചെയ്താണ്. ഇതെങ്ങനെയാണ് ഞാൻ തന്നെ ഷൂട്ട് ചെയ്തേക്കുന്നതുകൊണ്ട് ഇതെങ്ങനെ വരുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഏകദേശം ഒരു ക്യാമറ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ഞാനിത് ഈ പറയുന്ന നമ്മുടെ ഡെസ്ക്ടോപ്പ് മെഷീനുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് കണ്ട് മനസ്സിലാക്കുക. ഈ പറയുന്ന പോലെ ഇതിൻ്റെ ടൈപ്പും എല്ലാം തന്നെ ഈ ഫോട്ടോഷോപ്പിൽ തന്നെ വെക്കണമെന്നില്ല. ആ ടൈപ്പൊക്കെ മാറ്റി വേറെ ഇൻഡിസൈനിലോ പേജ് മേക്കറിലോ ഒക്കെ നമുക്ക് പ്ലേസ് ചെയ്യാം. ഇതിൻ്റെ ബാർകോഡ് ക്രിയേറ്റ് ചെയ്യുന്നത് കോറൽ ഡ്രോയിലാണ്. അതുപോലെ തന്നെ QR കോഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.